ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസ് ഒരു സ്വപ്ന നഗരമാണ്. ആരെയും വശീകരിക്കുന്ന സൗന്ദര്യവും മനോഹരമായ നിർമ്മിതിയും പൗരാണിക കാഴ്ചകളും നിറഞ്ഞ ഒരു നഗരം. പ്രണയത്തിൻ്റെ നഗരം, ഫാഷൻ്റെ നഗരം, ചീസിൻ്റെ നഗരം, ലൈറ്റുകളുടെ നഗരം, അങ്ങനെ ധാരാളം വിശേഷങ്ങളുണ്ട് പാരീസിന്. പ്രണയത്തിൻ്റെയും റൊമാൻസിൻ്റെയും ഒരടയാളമായി പാരീസിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഈഫൽ ടവർ. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാരീസിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആകർഷണമായ ടൂറിസ്റ്റ് സെൻ്ററായ ഈഫൽ ടവറിലാണ് ഞങ്ങളിന്ന്. പാരീസിന് പ്രതീകമായ ഈ ടവർ 1889 ഉസ്താദ് ഈഫൽ എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. അന്നത്തെ വേൾഡ് ഫെയറുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഈ ടവർ പാരീസിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഇതിന് 330 മീറ്റർ ഉയരമുണ്ട്. ഇത് ശരിക്കും കാണേണ്ടത് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് വന്ന് കാണണമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് പോയി കാണാം. വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോകൾ എടുത്തു. ബസ്സിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. യൂറോപ്പിലെല്ലാം ബസ്സുകൾക്ക് പാർക്കിംഗ് പ്ലേസുകൾ കാണും. അവിടെ നിന്ന് നമ്മൾ നല്ല ദൂരം നടന്നു വേണം ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട്. ഈഫൽ ടവറിന് ചുറ്റും മനോഹരമായ വിശാലമായ ലോണുണ്ട്. അത് കടന്ന് ഞങ്ങൾ അതിനടുത്തേക്ക് ചെല്ലുകയാണ്. പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ഈ ടവറിന് 330 മീറ്റർ നീളമുണ്ട്. അതായത് ഭാരതത്തിലാണെങ്കിൽ 100 നില കെട്ടിടത്തിൻ്റെ പൊക്കമാണ്. ഏകദേശം 10,000 ടണ്ണ് ഇരുമ്പ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്യൂ നിന്ന് പാസ്സൊക്കെ എടുത്താണ് അകത്തേക്ക് കയറേണ്ടത്. വളരെ നീണ്ട നിര ടിക്കറ്റ് എടുക്കാൻ നിൽപ്പുണ്ട്. നല്ല തണുപ്പുമുണ്ട്. നടന്ന് കയറേണ്ടവർക്ക് നടന്നു കയറാം. ഞങ്ങൾ ലിഫ്റ്റിലാണ് കയറിയത്. ഒരു മുറി പോലുള്ള ലിഫ്റ്റിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കയറി മുകളിലേക്ക് പോവുകയാണ്. സാമാന്യം നല്ല സ്പീഡിൽ തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. ആദ്യം ഞങ്ങൾ 2ാം നിലയിൽ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. കയറുമ്പോഴും താഴെയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാം. ധാരാളം ആൾക്കാരുള്ളതുകൊണ്ട് സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാവുന്നത്. ഈഫൽ ടവറിന്റെ താഴെക്കൂടെ ഒഴുകുന്ന പാരീസിന്റെ ഹൃദയം പോലുള്ള സെയിൻ നദി വളഞ്ഞൊഴുകുന്ന നമുക്ക് കാണാം. അതിന് മീതെ സുന്ദരമായ പാലങ്ങളുണ്ട്. നോസ്റ്റർഡാം കത്തീഡ്രൽ കാണാം. അതിന്റെ ഗോപുരങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാം. ലൂവ്ർ മ്യൂസിയം കാണാം. ലോകപ്രശസ്തമായ മോണലിസയുടെ ചിത്രം ഇവിടെയാണുള്ളത്. അതുപോലെ ഷാം ദി മാഴ്സ് കാണാം. സ്രാക്കേ കോർ ബസിലിക്ക പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാം. വെള്ള നിറത്തിലാണ് ഈ പള്ളി കാണുന്നത്. ഈഫൽ ടവറിന്റെ ഉയരം ഒന്ന് മുകളിലേക്ക് നോക്കിയാലോ, സുന്ദരമാണ് ഈ കാഴ്ച. പിന്നെ ട്രോക്കാഡയോറോ ഗാർഡൻസ് കാണാം താഴെ. അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ധാരാളം ഇവിടുത്തെ പാരീസിന്റെ കെട്ടിടങ്ങളും സ്ട്രീറ്റുകള്, ലൈറ്റുകള്, ഇവയെല്ലാം നമുക്ക് കാണാം. ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോകളൊക്കെ എടുത്തു. ജീവിതത്തില് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇത്. ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. 1ാം നിലയിലേക്ക്. 1ാം നിലയിൽ മ്യൂസിയം ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. അതൊരു ഗ്ലാസ് നിലയാണ്. ലിഫ്റ്റ് താഴേക്ക് നീങ്ങി പോകുന്നതൊക്കെ നമുക്ക് കാണാം. 1ാം നിലയുടെ ഫ്ലോറില് കുറേ സ്ഥലങ്ങളിൽ ഗ്ലാസ് ആണ് വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്നാൽ താഴെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായി കാണാവുന്നതാണ്. പക്ഷെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെങ്കിൽ ഒരല്പം ധൈര്യം വേണം. അവിടെ കയറി നിന്നാൽ ഈഫൽ ടവർ പണിതിരിക്കുന്ന ശക്തമായ ബാറുകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. താഴെയുള്ള തടാകവും അതിന് ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് കാണാവുന്നതാണ്.
വെറും 2 വർഷവും 2 മാസവും 5 ദിവസം കൊണ്ട് പണിത ഒരു സ്ട്രക്ചറാണിത്. അത്ഭുതകരമായി തോന്നി. കേരളത്തിലാണെങ്കിൽ എന്നിത് പണിത് തീർന്നേനെയും. ഈ 1-ാം നിലയുടെ എല്ലാ സൈഡുകളിൽ നിന്നും നമുക്ക് കാഴ്ചകൾ കാണാവുന്നതാണ്. അതിൻ്റെ നടുക്കൊരു ഡൂമുണ്ട്. ഡൂമിൽ അതിൻ്റെ നടുക്കൊരു മരവും ചുറ്റും കസാരയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കാപ്പി വാങ്ങിച്ച് ഇരുന്ന് കുടിക്കാവുന്നതാണ്. അതിനിടയ്ക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും യാതൊരു കാരണവശാലും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താഴേക്ക് ഇറങ്ങി താഴത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴെ വരുവാൻ. അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നടന്ന് കണ്ടു. വിശാലമായ കെട്ടിടങ്ങളും ഓഫീസുകളും എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. ശരിക്കും ഒരു സംഭവം തന്നെയാണ് ഈഫൽ ടവർ. ഇതിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എന്ന് തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാം നമുക്ക്. ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഈഫൽ ടവർ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. രാത്രിയാകുമ്പോൾ ടവറിന് 1000കണക്കിന് ലൈറ്റുകൾ തെളിയും. മണിക്കൂറിൽ 5 മിനിറ്റ് നേരം സ്പാർക്കിംഗ് ലൈറ്റ് ഷോ കാണാം. ആദ്യകാലങ്ങളിൽ ഇതൊന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു എങ്കിലും പിന്നീട് ഇത് സിംബൽ ഓഫ് പാരീസ് ആയി തീർന്നിട്ടുണ്ട്. മഴ കാരണം ഞങ്ങൾക്ക് രാത്രിയിൽ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പാരീസിൻ്റെ ഹൃദയമിടിപ്പാണ് ഇപ്പോൾ ഈഫൽ ടവർ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും യാതൊരു കാരണവശാലും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. താങ്ക് യു.